ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എലക്ഷൻ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. കേക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചെറിയ ഐഡിയ ഉണ്ട്. ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവും. എലക്ഷൻ ഒരു ഗെയിമാണ്. ഫസ്റ്റ് പേഴ്സൺ ടു ദ പോസ്റ്റ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ മൊത്തം ഇലക്ഷൻ നടക്കുന്നത്. അതായത് 100 പേര് ഇലക്ടേഴ്സ് ആയിട്ടുള്ള സ്ഥലത്ത് 10 പേരെ വോട്ട് ചെയ്യാൻ വന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 10ൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവൻ ജയിക്കും. അപ്പോൾ ബാക്കി 90 പേരെയും കൂടെ ചേർത്താണ് അവൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവന് 3 വോട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു അടിസ്ഥാനം. ഇന്ത്യയിൽ അതല്ലേ പറ്റൂ. അതല്ലാതെ ഈ പറയുന്ന 50% മജോറിറ്റിയും പ്രിഫറൻഷ്യൽ വോട്ടിംഗും ഒക്കെ സ്വിറ്റ്സർലൻഡ് പോലുള്ള കുട്ടി രാജ്യങ്ങളെ കൊണ്ടേ നടക്കൂ. അതായത് ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് ആയിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ വോട്ടിംഗ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 100 പേരുള്ളതിൽ 75 പേരെ വോട്ടിടാൻ വേണ്ടി വരൂ. അതിൽ 25-30 വോട്ടിനടുത്ത് കിട്ടുന്നവൻ സാധാരണഗതിയിൽ ജയിക്കും. 100ൽ 75 പേരെ വരൂ. അതിൽ 25 വോട്ട് കിട്ടുന്നവർ ജയിക്കും. അതൊക്കെ ഇപ്പൊ ആർക്കറിയാത്ത ഐഡിയ പറ. അത്രയ്ക്കങ്ങട് സിമ്പിൾ ആക്കില്ല മാഡം. വോട്ട് പലതരത്തിലുണ്ട്. ജാതി, മതം, ബന്ധം, മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഹേർഡ് വോട്ടുകൾ, വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന പെയ്ഡ് വോട്ടുകൾ, ഇതൊന്നുമല്ലാത്ത സ്പോണ്ടേനിയസ് വോട്ടുകൾ, ഇങ്ങനെ എല്ലാം കൂടെ ചേരുന്ന ഒരു ആകത്തുകയാണ് ഈ പറയുന്ന വോട്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വോട്ടാണ് ജാതി വോട്ട്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നാൾ മുൻപത്തെ ഒരു വാർത്ത നോക്കിയാൽ മതി. അതായത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് സോഷ്യൽ സർവീസിന് വേണ്ടി പത്മഭൂഷൺ കൊടുത്ത ഒരു സംഗതി ഉണ്ടായി. പാർട്ടി വോട്ടുകൾ മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാ വോട്ടുകളും ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഐഡിയയിലേക്ക് വാ. ഇടയ്ക്കിടയ്ക്ക് ഐഡിയ എന്ന് പറയേണ്ട, ഐഡിയയിലേക്കാണ് വരുന്നത്. കുറച്ച് സമാധാനമായിട്ട് കേൾക്ക്. കാരണം അല്പം സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു വോട്ടിംഗ് ബിഹേവിയർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ 70 വർഷത്തിന് അടുത്തായിട്ടുള്ള. ഒരു തവണ ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരു തവണ മറ്റൊരാൾക്ക് കൊടുക്കും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്. ഈ പറയുന്ന ക്ലീഷേ നമ്മൾ ബ്രേക്ക് ചെയ്തത് 2021-ലാണ്. അതിനൊരു കാരണം കോവിഡിനോടനുബന്ധിച്ച് വന്ന ഒരു ഹെൽത്ത് കെയർ ക്രൈസിസ് ആണ്. ആ പറയുന്ന പർട്ടിക്കുലർ സമയത്ത് ശ്രീമതി KK ശൈലജയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ വളരെ കോൺഷ്യസ് ആയി നമ്മുടെ സമൂഹം നോക്കിക്കണ്ടു. അപ്പോൾ ഈ പറയുന്ന ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ഇവർക്ക് സാധിക്കും എന്ന് പറയുന്നൊരു ഡിസിഷൻ ജാതിക്കും മതത്തിനും ബാക്കിയുള്ള ഒരുപാട് ക്ലീഷേ സൈക്കിളുകൾക്കും ഉപരിയായി നമ്മുടെ നാട്ടുകാർ കണ്ടു. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു ഡിസിഷൻ അവർ എടുത്തതിൻ്റെ ഫലമാണ് ആ ക്ലീഷേ ബ്രേക്കിംഗ്. ദെയർ ഇസ് എ ചേഞ്ച് ഇൻ വോട്ടിംഗ് ബിഹേവിയർ. പെർഫോമൻസിന് ചെറിയൊരു സ്ഥാനം കാണാൻ തുടങ്ങുന്നു. COVID-19 ഒരു കാറ്റലിസ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കമില്ല. പക്ഷെ അതിന്റെയും അപ്പുറത്തേക്ക് നമ്മുടെ വോട്ടേഴ്സ് ഇന്ന് അപ്ഡേറ്റഡ് ആണ്. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സിന് വേണ്ടത് റിസൾട്ട് ആണ്. അതുകൊണ്ടാണ് അവർ ഈ ക്ലീഷേ ബ്രേക്കിങ്ങിന് മുതിർന്നത്. ഒരു പരിധിവരെ അത് കറക്റ്റാണ്. പക്ഷെ ക്ലീഷേ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ പറയുന്ന സമൂഹത്തിന് പുതിയ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തത് തെറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് ചാർട്ടാണ്. C. രവീന്ദ്രനാഥിനെ മാറ്റി R. ബിന്ദുവിനെയും V. ശിവൻകുട്ടിയെയും ഒരു പോർട്ട്ഫോളിയോ ഏൽപ്പിച്ചു. സിമിലർ തിങ് വിത്ത് KK ശൈലജ. അവരെ മാറ്റി ഈ പറയുന്ന വീണ ജോർജിനാണ് എൻട്രസ്മെന്റ് കൊടുത്തത്. അപ്പോൾ പ്രൂവൺ ട്രാക്ക് റെക്കോർഡുകളും ബാക്കിയുള്ള എല്ലാത്തിനെയും മറികടന്ന് അവരുടേതായിട്ടുള്ളൊരു സെൽഫ് സർവിങ് ചോയ്സുകളാണ് ശ്രീ പിണറായി വിജയൻ ഇൻസ്റ്റിൽ ചെയ്തത്. അതിന് ആയിരക്കണക്കിന് പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ടാവാം, അതിന് ജസ്റ്റിഫിക്കേഷൻ പറയാം. ഇതാണ് പിവട്ടൽ ആയിട്ടുള്ളൊരു പ്രശ്നം. ചോയ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇലക്ഷന്റെ സമയത്ത് നാട്ടുകാർക്ക് കിട്ടുന്നില്ല. ഒരു പാർട്ടിക്കാരൻ ഇന്നൊരാളെ നിർത്തി കഴിഞ്ഞാൽ ആ പറയുന്ന ചോയ്സ് മാത്രമേ ആളുകൾക്കുള്ളൂ. ഇത്രയും ചോയ്സുകൾ നിലനിൽക്കുന്ന ലോകത്ത് ഇതിൽ മാത്രം ചോയ്സ് ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ബ്രേക്ക് ചെയ്യണം. യു ഷുഡ് ഗിവ് ചോയ്സ് ടു വോട്ടേഴ്സ്. ഇതാണ് ഐഡിയയുടെ ആദ്യത്തെ പാർട്ട്. ചോയ്സ് ഇല്ലാന്ന് സ്ട്രിക്ട്ലി പറഞ്ഞുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യധാരാ പാർട്ടികൾ തന്നെ 4 എണ്ണം വരും. അതുകൂടാതെയുള്ള ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് എല്ലാം കൂടെ എങ്ങനെ ആവറേജ് നോക്കിയാലും ഒരു 8 കാൻഡിഡേറ്റ്സ് എങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കാണും. അതിനെ ചോയ്സ് എന്ന് സത്യത്തിൽ പറയാൻ പറ്റില്ല. നമുക്കൊരു കോമൺ മാർക്കറ്റിന്റെ ഒരു അടിസ്ഥാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ പോകുന്നു. അതിപ്പോൾ നമുക്കൊരു സർവീസ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. ആ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഷെൽഫിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 തൊട്ട് 30 ബ്രാൻഡുകൾ വരെ നോർമലി ഉണ്ടാവും. ഈ പറയുന്ന ചോയ്സുകൾ തരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനികളാണ്, ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട്. വെൻ ഇറ്റ് കംസ് ടു എലക്ഷൻസ്, ഈ പറയുന്ന ചോയ്സ് നമുക്ക് തരേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു സമൂഹത്തിന്റെ നെടും തൂണുകളാണ്. അപ്പോൾ ആ പറയുന്ന ചോയ്സ് അവർ നമുക്ക് സത്യത്തിൽ തരുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. കോൺഗ്രസിന്റെ
നിലവിലത്തെ ഏറ്റവും ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് ശ്രീ ശശി തരൂരിനെ ലീഡിംഗ് ഫിഗറായി പ്രൊജക്ട് ചെയ്തുകൊണ്ട്, ഒരു എഫിഷ്യൻസി മോഡൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഗതി അല്ല നടക്കുന്നത്. അവരുടെ ഒരു ഇന്റേണൽ പൊളിറ്റിക്കൽ ഹയറാർക്കി ഉണ്ട്. ഈ ഹയറാർക്കിയിൽ പവർ ഹോൾഡ് ചെയ്യുന്ന നേതാക്കളുണ്ട്. അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും മുഖ്യമന്ത്രിയാകണം. ആ മോട്ടിവേഷനിലാണ് അവരുടെ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. കൊടിഭേദമന്യേ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും കാൻഡിഡേറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ഐഡിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. കാൻഡിഡേറ്റുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് എന്ത് വേണം എന്നുള്ള ഒരു ഫാക്ടർ ആ ഡിസ്കഷൻ ടേബിളിൽ പോലുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അകത്ത് ഞങ്ങളുടെ ഇന്റേണൽ പവർ സ്ട്രക്ചർ അനുസരിച്ച് ഉണ്ടാവുന്ന ഒരുപാട് പരിഗണനകളുണ്ട്. ആ പരിഗണനകൾ പ്രകാരം ഞങ്ങളൊരു വിഭജനം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വിഭജന പ്രകാരം ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ട്. അവരെ അങ്ങ് നിർത്തും. വേണമെങ്കിൽ കുത്തിക്കൂടുക, വേണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് കൂട്ടും. അപ്പുറത്ത് കൂട്ടുമ്പോൾ ആ പാർട്ടിയുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ്റെ അൽഗോറിതവും ഇതേ സംഗതിയാണ്. അപ്പോൾ ടെക്നിക്കലി നാട്ടുകാരന് ഒരു ചോയ്സും ഇല്ല. ചോയ്സ് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അപ്പോഴും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കഴുത്തിന് പിടിച്ച് ഈ ചോയ്സ് എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇലക്ഷൻ മാർക്കറ്റിലേക്ക് നമ്മൾ ചോയ്സ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇവിടെയാണ് നമ്മുടെ ഐഡിയയുടെ ഇംപ്ലിമെന്റേഷൻ പോയിന്റ് വരുന്നത്. ഈ ഇലക്ഷൻ മാർക്കറ്റിലേക്ക് നമ്മൾ 50 പേരെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2 ലക്ഷം പേരുള്ളിടത്ത് 10 പേരൊക്കെ ആയിരിക്കും നിൽക്കുക. ആ 10ന്റെ കൂടെ ഒരു 50 പേരെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ 60 എന്നുള്ള എണ്ണത്തിലേക്ക് എത്തിക്കുന്നു. ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടുന്നു. രണ്ടാമത്തെ ഘട്ടമായി ഈ പറയുന്ന 50 പേരും അവരുടെ ഇലക്ഷൻ അജണ്ടയായി പറയാൻ പോകുന്നത് കഴിഞ്ഞ ഇത്രയും കാലമായി ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടപ്പിലാക്കാതെ പ്രശ്നമായി കിടക്കുന്ന 50 ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള പദ്ധതിയായിരിക്കും. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് ലീഗൽ ബാർ ഒന്നുമില്ല. പക്ഷേ ഈ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വഴി എന്ത് മാജിക് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? മാജിക് ഒന്നുമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇൻട്രൊഡക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവാൻ പോകുന്നത് മീഡിയ അറ്റൻഷനാണ്. മീഡിയ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നതായിട്ട് ഉള്ള കാര്യം റിപ്പോർട്ട് ചെയ്യും. ഈ 50 പേര് എസ്പൗസ് ചെയ്യുന്ന 50 ഇഷ്യൂസിലേക്ക് അതിൻ്റെ മാധ്യമ ശ്രദ്ധ എത്തപ്പെടും. അതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റുകൾ സ്പെസിഫിക് പ്രൊജക്ഷൻ കിട്ടും. ഇലക്ഷൻ്റെ കോമ്പറ്റീഷൻ, ലോക്കൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത കാര്യങ്ങളെല്ലാം വൻ പാർട്ടികൾക്കും ശ്രദ്ധിക്കേണ്ടി വരും. വെറുതെ വണ്ടി കയറി കറങ്ങി നടന്നാൽ മാത്രം മതിയാവില്ല എന്നൊരു സ്ഥിതി സംജാതമാവും. ഇൻഡിവിജ്വൽ വോട്ടുകളുടെ മൂല്യം കൂടും. 50 പേര് ഈ 50 വിഷയങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാക്കാന്നല്ലാതെ അവരൊന്നും ജയിക്കാൻ പോകുന്നില്ല. ഇവരെങ്ങനെയാ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു ത്രെട്ട് ആവുന്നത്? കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക, വോട്ടെടുപ്പിൽ മത്സരിക്കുക, അതുവഴി റൂളിംഗ് ക്ലാസ്സിലേക്ക് കയറി പറ്റുക, ഈ പറയുന്നത് ഒരു മോണോപ്പൊളിയാണ്. ഈ മോണോപ്പൊളിയിലേക്ക് ഒരു സാധാരണ വോട്ടർ കൈവെക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ത്രെട്ട്. രണ്ടാമത്തെ ത്രെട്ട്, ഒരു സീരിയസ് ക്യാമ്പയിൻ ആണ് നടക്കുന്നത് എന്ന് വിചാരിക്കൂ. കോമ്പറ്റീഷന്റെ സ്കെയിലും സ്പേസും മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഈ വോട്ട് ഫ്രാഗ്മെന്റഡ് ആവും. ആ ഫ്രാഗ്മെന്റഡ് ആകുന്ന സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ഥിരമായി CPM ജയിക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കാം, ചിലപ്പോൾ BJP ജയിക്കാം. ഈ 50 പേർക്കിടയിൽ വളരെ ലോക്കൽ സപ്പോർട്ടുള്ള പാർട്ടി തഴഞ്ഞ നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ജയിക്കാം. സോ സിറ്റുവേഷൻ വോളറ്റൈലും അൺപ്രഡിക്റ്റബിളും ആവും. നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്ന മാർജിനുകൾ ഒരു ആവറേജ് ഒരു 10,000-നടുത്ത മാർജിനാണ് വരിക. അത് ഈ 10 പേര് അല്ലെങ്കിൽ 5 പേര് 4 പേര് നിൽക്കുന്നിടത്ത കാര്യമാണ്. ഇതിനെ 60ലേക്ക് മാറ്റുമ്പോൾ ഈ മാർജിനും കിട്ടുന്ന വോട്ടിന്റെ ഷെയറുകളും മാറും. 30 കിട്ടാൻ പോകുന്ന ആളിന് ചിലപ്പോൾ 10 18 കിട്ടുള്ളൂ. വോട്ട് ഷെയറും വോട്ട് മാർജിനും വളരെയധികം വ്യത്യാസപ്പെടും. ആ വോട്ട് മാർജിൻ മാറുന്ന സമയത്ത് ഈ പറയുന്ന ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റിനെ മേജർ പാർട്ടികളുടെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ വരും. ഓരോ വോട്ടറിന്റെയും വോട്ട് ഒരു പാർട്ടിയുടെയോ ഒരു കാൻഡിഡേറ്റിന്റെയോ ഭാവിയെ നിശ്ചയിക്കും. അങ്ങനെയാണ് വോട്ടിന് മൂല്യം കൂടുന്നത്. സ്പെക്കുലേഷൻ ഒക്കെ കൊള്ളാം. റയറസ്റ്റ് ഓഫ് റയർ ചാൻസിൽ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് പെട്ടുപിടിച്ച് ജയിച്ചു പോയേക്കാം. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ജയിക്കേണ്ടടുത്ത് ചിലപ്പോൾ CPM ജയിക്കാം, CPM ജയിക്കേണ്ടടുത്ത് ചിലപ്പോൾ BJP ജയിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ആക്ച്വൽ കോൺസിക്വൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ബെനിഫിറ്റ് എന്താണ്? റിസൾട്ട്സ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണെന്ന് വിചാരിക്കും. അങ്ങ് അട്ടിമറി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് നമ്മളാരുമല്ല, ജനങ്ങളാണ്. ജനങ്ങളുടെ ചോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം ഈ ഇലക്ഷൻ കച്ചവടം എന്ന് പറയുന്നതിന്റെ ഒരു അടിത്തറ അതിന്റെ പ്രഡിക്റ്റബിലിറ്റിയാണ്. ഈ അടിത്തറയിലാണ് സസുഖം പാർട്ടിയും അവിടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും വളരെ കോംപ്ലേസൻ്റായി കംഫർട്ടബിളായി
കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പ്രെഡിക്റ്റബിലിറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോർപ്പറേറ്റുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം വിചിന്തനം നടത്തും. പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന മോണോപ്പൊളിയെ കുറിച്ചോർത്ത് അവർ വേവലാതിപ്പെടും. സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ് കരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇംപ്രൂവൈസ് ചെയ്യാൻ തയ്യാറാവും. പാർട്ടികൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങും. നാട്ടുകാർക്ക് വേണ്ട രീതിയിലുള്ള കാൻഡിഡേച്ചറിനെ പ്രൊവൈഡ് ചെയ്യാൻ അവർ നിർബന്ധിതരാകും. കരിയർ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പറായി പെർഫോം ചെയ്താൽ മാത്രമേ ഒരു കണ്ടിന്യൂവൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഒരു MLA എത്തും. ആ തിരിച്ചറിവ് അയാളെ CM പോസ്റ്റ് വരെ എത്തിക്കും. അങ്ങനെ എത്താത്തവർ ആ റേസിൽ നിന്ന് പിന്തള്ളപ്പെടും. നാട്ടുകാർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് പെർഫോമൻസ് എൻഷുർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സംഗതി, ഈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ആവുന്നത് ആ പറയുന്ന ഇഷ്യൂസിന്റെ എണ്ണത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ബിസിനസ് മോഡലിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ഇഷ്യൂസിനെ എലിമിനേറ്റ് ചെയ്തേ മതിയാകൂ എന്ന് പറയുന്ന സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസും ഭരണം കൈയാളുന്ന ആളുകളും ആക്റ്റീവ്ലി അത് റിസോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. കാരണം അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തല്ലേ പറ്റൂ. ഐഡിയ ഈസ് ഗുഡ്. പക്ഷെ നമ്മുടെ അടുത്ത് ജഡ്ജിമാർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇതുപോലൊരു കേസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ഓർഡർ തരാം. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ മാഡം റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ് ഉണ്ട്. 2019 ലോക്സഭ അസംബ്ലിയുടെ സമയത്ത് 3 സ്ഥലത്ത് 3 സംസ്ഥാനങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളതാണ്. 1 നൈസാമാബാദിൽ, 2 ബാംഗ്ലൂർ സൗത്തിൽ, 3 മധുരയിൽ. അതിൽ മധുരൈ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് മധുരയിൽ 2014 ലോക്സഭ അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് CPM-ന്റെ വോട്ട് ഷെയർ 3% ആയിരുന്നു. അന്ന് അവിടെ നിന്ന് സ്ഥാനാർത്ഥികളുടെ എണ്ണം 30-ൽ താഴെയാണ്. അതേസമയം 19-ൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം 63ആയി. അപ്പോൾ 3% വോട്ട് മാത്രം കിട്ടിയിരുന്ന CPM-ന്റെ വോട്ട് ഷെയർ 43ആയി. മാപ്പിലേ ഇല്ലാത്ത CPM ജയിച്ചു. മാത്രമല്ല S വെങ്കടേശൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതേ S വെങ്കടേശൻ വീണ്ടും CPM-ന്റെ ബാനറിൽ തന്നെ 2024 നിന്നപ്പോൾ വീണ്ടും റീ ഇലക്റ്റഡ് ആയി. പെർഫോമൻസ് ഉണ്ട്. അപ്പോ മാപ്പിൽ പോലും ഇല്ലാതിരുന്നൊരു പാർട്ടി എത്തിയതിന്റെ തെളിവാണ് ഈ റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ഐഡിയ വർക്കാവില്ല എന്ന് മാഡം പറയുന്നു. അത് കൊള്ളാം. അപ്പൊ വിജയിച്ച ടെക്നിക്കാണ്, വിശ്വസിച്ച് പൈസ ഇറക്കാം. സാറിറക്കൂലേ പൈസ? മാഡം, എനിക്ക് ഐഡിയ പറഞ്ഞു തരാനല്ലേ പറ്റൂ. പൈസ ഇറക്കേണ്ട ചുമതല മാഡത്തിന്റെയാണ്. കാരണം വിപ്ലവം സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹം മാഡത്തിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിപ്ലവം വിജയിക്കണമെങ്കിൽ ചുള ഇറക്കണം മാഡം. അപ്പൊ ഐഡിയ ഉള്ളൂ, ആക്ഷൻ ഇല്ല. സാരമില്ല, ഞാൻ 50 പേരെയും കൊണ്ടുവരും. 50 പേരെ അവരുടെ ഫണ്ട് ശരിയാക്കും. ഞങ്ങൾ ഇലക്ഷനിൽ നിൽക്കും, വിപ്ലവം സൃഷ്ടിക്കും. ഓക്കെ മാഡം, വിപ്ലവം വിജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ വിപ്ലവ് ആൻഡ് അപ്കമിങ് ഇലക്ഷൻസ്. ഓക്കെ, അപ്പൊ ഹാപ്പി ഇലക്ഷൻസ്.